ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗോവയിൽ വന്നിട്ട് 3rd ഡേ ആണ്. ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദൂദ്സാഗർ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് നോർത്ത് ഗോവയിലായതുകൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ റൈഡ് ഉണ്ട് നമുക്ക് ദൂദ്സാഗർ വാട്ടർഫോൾസിലേക്ക് എത്തണമെങ്കിൽ. അപ്പം നമ്മൾ ഇന്നലെ സ്കൂട്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂട്ടിയിൽ തന്നെയാണ് ഞങ്ങൾ അത്രയും ദൂരം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ എണീച്ച് റെഡിയായി നല്ലൊരു സൺറൈസൊക്കെ കണ്ട് അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി കേരളത്തിൽ നിന്ന് വന്ന നമുക്ക് ഈ ദൂദ്സാഗർ വാട്ടർഫോൾസൊക്കെ ഒരു അത്ഭുതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒരുപാട് വാട്ടർഫോൾസൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഗോവയിൽ വന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ഒന്നും നോക്കിയില്ല, ഒറ്റയടിക്ക് അങ്ങ് വിട്ട് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവയുടെ മറ്റൊരു മുഖം. നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സൈഡൊക്കെ ബീച്ചും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. മുന്നേ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ടൂർ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ ബീച്ചിൽ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആ ഒരു ടൈപ്പ് ഓഫ് ഗോവ വൈബിൽ നിന്ന് മാറി നല്ല കാടും കുന്നും മലയൊക്കെ ഉള്ളൊരു സൈഡ് ഓഫ് ഗോവ കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴിയിൽ നിറയെ ഭയങ്കര ആൾക്കാരൊക്കെ കുറവായിട്ടുള്ള വഴികളായിരുന്നു. ശരിക്കും ഞങ്ങൾ പേടിച്ചു. എന്നാൽ ഞങ്ങൾ അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു വലിയൊരു പ്രോസസ്സ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ വന്ന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതിൻ്റെ ഒരു സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് നമുക്കതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ സൈഡിലുള്ള വ്യൂസൊക്കെ. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് വേണം നമ്മൾ അവിടെയുള്ളൊരു സ്കാനർ വഴി സ്കാൻ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എത്ര ആൾക്കാരാണ് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ ബുക്കിംഗ് കൗണ്ടർ. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് വന്നുകൊണ്ട് അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്കാനറൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഇവിടുത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു വഴിയിൽ കൂടെ നമ്മൾ ഉള്ളിലോട്ടേക്ക് പോകണം. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ജീപ്പിൽ ആണ് അവർ നമ്മളെ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പം ഒരു ജീപ്പിൽ മാക്സിമം 8 ആൾക്കാർ വരെയാണ് അവർ അഫോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ID കാർഡും ID പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു സൈഡിൽ മാറി നിന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ 2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്കൊരു 5-6 ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ജീപ്പിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു 5 ആൾക്കാരുള്ളൊരു ടീമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7 ആൾക്കാർ കൂടിയിട്ടാണ് ഒരു ജീപ്പിൽ പോയത്. പെർ ഹെഡ് ഒരു പേഴ്സൺ ഒരു 800 to 1000 റുപ്പീസ് വരെയാണ് സ്പെൻഡ് ആവുന്നത് പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ആളായതുകൊണ്ട് ജീപ്പിന് ഞങ്ങൾ 8600 അടുത്ത് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പെർ ഹെഡിലുള്ള ചാർജും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി പോകുന്ന വഴിയിലൊക്കെ പക്ക ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുറേ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് ജീപ്പ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ ഒരു ചെക്കിംഗ് പോയിന്റിലെത്തും. ഇവിടെയും നമ്മൾ ആധാർ കാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് പൈസയും കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ അകത്തേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളെ ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്നു അത്. പുള്ളി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇതൊക്കെയാണ് അവിടുത്തെ ചാർജസ് വരുന്നത്. ക്യാമറ ഉള്ളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത്ര നമ്മൾ ചാർജ് ചെയ്യണം. അപ്പം ഇവിടുന്ന് അങ്ങനത്തെ ചെക്കിങ്ങും പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ അകത്തേക്ക് കടത്തിവിടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ജീപ്പ് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോകണം. കുറച്ച് ദൂരം ജീപ്പിൽ പോകാനുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ കണ്ട് അയാളോടൊക്കെ സംസാരിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കറിയാത്ത ആൾക്കാരായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ടും പോവാം. ബട്ട് ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീപ്പിൽ നിന്ന് അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് തരും. ആ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഒരു 1.5 മണിക്കൂറാണ്. അവർ പറയും ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് വരണം എന്ന് പറയും. ആ 1.5 മണിക്കൂറിൽ നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ വന്ന സെയിം ജീപ്പിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫോറിനേഴ്സിനൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ ശല്യം അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടുത്തെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ തന്നെ വാട്ടർഫോളിൻ്റെ ഒരു ഏകദേശം വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ടോയ്ലറ്റും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദൂരെ കാണുന്നതാണ് ദൂദ്സാഗർ വാട്ടർഫോൾസിൻ്റെ ലോങ് ആയിട്ടുള്ള വ്യൂ.
നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം കുറച്ച് കുറവായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല തണുത്ത വെള്ളമായിരുന്നു. സോ താഴെ കൂടെ ഇതേ ഒരു ട്രെയിനും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെയായിട്ടാണ് റെയിൽ പാതയൊക്കെ ഉള്ളത്. അതിൻ്റെ മുകളിൽ കൂടെ ട്രെയിന് പോകുമ്പോഴും അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക ട്രക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ടേക്ക് പോകണം, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ നടന്ന് കുറച്ച് ദൂരം പോകണം. ആ വെള്ളത്തിൽ കാല് വെക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു അറിയാം. നല്ല തണുത്ത വെള്ളമായിരുന്നു. ശ്രദ്ധിക്കണം, നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ സ്ലിപ്പാവാനും അങ്ങനത്തെ ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. ബട്ട് കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസും കൂടിയാണ്. ഫൈനലി നമ്മൾ കാണാൻ കൊതിച്ചിരുന്നൊരു സംഭവം കാണാൻ പോകുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളും നല്ല സൂപ്പറായിട്ട് നടന്നു. അടുത്തെത്തും തോറും ഭയങ്കര ആകാംക്ഷയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. മീൻസ് ഗോവയിലെ വേറൊരു കൈൻഡ് ഓഫ് വ്യൂ ആണല്ലോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫൈനലി നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താൻ പോവാണ്. ആ ദൂരെ കാണുന്നതാണ് വാട്ടർഫാൾ. ശരിക്കും ഒരു ദൂത് വരുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരുമാതിരി വൈറ്റ് കളർ പോലെ തന്നെ ഉണ്ടായിരുന്നു. ലോങ് വ്യൂ ആണത്. ആ നേരെ ആർച്ച് പോലെ കാണുന്നതാണ് റെയിൽവേ ട്രാക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ട്രെയിനൊക്കെ പോകാറുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഗോവയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും ട്രെയിനിലായിരുന്നു. അപ്പം നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഈ സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ് ട്രെയിന് പോയത്. അപ്പം ഞങ്ങൾ രാത്രി ട്രെയിനിൽ വന്നപ്പോഴും ഒരു ചെറിയ ഭാഗം വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എത്തി ഇത് കാണാനും ഈ വെള്ളത്തിൽ കളിക്കാനും അങ്ങനെ ഒരു നല്ല രസമുള്ള അനുഭവമായിരുന്നു. പറ്റെങ്കിൽ എല്ലാവരും വരാം. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കളിക്കുന്നു കുളിക്കുന്നു ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഗാർഡും നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. അവരൊരു പെർട്ടിക്കുലർ ലൈൻ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതിനപ്പുറം പോകുമ്പോൾ അവർ നമ്മൾ വാൺ ചെയ്യും. ആ കാണുന്ന ലൈൻ കണ്ടോ, അതിനപ്പുറം പോകാൻ പറ്റില്ല നമുക്ക്. അതുവരെ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.